ഫിഫ്ത് പേപ്പറിൽ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് പോസ്റ്റ് കോയിറ്റൽ കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം പോസ്റ്റ് കോയിറ്റൽ കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്നത് ഒരു എമർജൻസി മെത്തേഡ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു അൺപ്രൊട്ടക്റ്റഡ് ഇന്റർകോഴ്സ് നടന്നതിന് ശേഷമോ അല്ലെങ്കിൽ റേപ്പ് നടന്നതിന് ശേഷമോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കോൺട്രാസെപ്റ്റീവ് യൂസ് ചെയ്തോ അത് ഫെയിലിയർ ആയി, ഈ ഒരു കണ്ടീഷനിലൊക്കെയാണ് നമ്മൾ ഈ ഒരു പോസ്റ്റ് കോയിറ്റൽ കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് രണ്ട് മെത്തേഡ്സ് ആയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ഹോർമോണൽ മെത്തേഡ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് IUDs യൂസ് ചെയ്യാം. അപ്പം ഇതിൽ ഹോർമോണൽ മെത്തേഡ്സ് ആണ് കുറച്ചുകൂടെ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഇപ്പൊ ഹോർമോണൽ മെത്തേഡ്സിനകത്ത് നമ്മുടെ എമർജൻസി കോൺട്രാസെപ്റ്റീവ് പില്ല് എന്നാണ് പറയുന്നത്. അപ്പം ഈ പില്ലിൽ ലെവനോർജസ്ട്രോൾ ആണുള്ളത്. അത് നമ്മൾ ഈ ഒരു അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇന്റർകോഴ്സ് നടന്ന് 72 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ആദ്യത്തെ ഡോസ് 0.75 മില്ലിഗ്രാം എടുക്കണം. അതിനുശേഷം സെക്കൻഡ് ഡോസ് ഒരു 12 മണിക്കൂറിന് ശേഷം, ആദ്യത്തെ ഡോസ് എടുത്ത് 12 മണിക്കൂറിന് ശേഷം എടുക്കാം. ഇത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 2 ടാബ്ലറ്റ് കൂടെ ചേർത്തിട്ട് 1.5 മില്ലിഗ്രാം ആയിട്ട് 72 മണിക്കൂറിനുള്ളിൽ ഒരുമിച്ചെടുത്താലും മതി. ഇതാണ് ഇതിന്റെ ഒരു ഡോസേജ് ആയിട്ട് പറയുന്നത്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതെന്ന് പറയുന്ന ഒരു റെഗുലർ കോൺട്രാസെപ്റ്റീവ് പില്ലൊന്നും അല്ല, അതേപോലെ അബോർഷൻ പില്ലും അല്ല. നമ്മൾ എമർജൻസി സിറ്റുവേഷൻസിൽ പ്രഗ്നൻസി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു പോസ്റ്റ്കോയിറ്റൽ കോൺട്രാസെപ്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു എമർജൻസി കോൺട്രാസെപ്റ്റീവ് പില്ല് അല്ലെങ്കിൽ EC പില്ല് എന്ന് പറയുന്നത് നമ്മൾ 2002, 2003 സമയത്ത് നാഷണൽ ഫാമിലി വെൽഫെയർ പ്രോഗ്രാമിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ രണ്ടാമത്തെ മെത്തേഡാണ് IUD എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അൺപ്രൊട്ടക്റ്റഡ് സെക്സ് നടന്ന് 5 ദിവസത്തിനുള്ളിൽ നമ്മളൊരു കോപ്പർ IUD ഇൻസേർട്ട് ചെയ്യാന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പം ഇത്രയുമാണ് പോസ്റ്റ് കോയിറ്റൽ കോൺട്രാസെപ്ഷന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇതൊരു എമർജൻസി മെത്തേഡാണ്. അൺപ്രൊട്ടക്റ്റഡ് ഇന്റർകോഴ്സോ റേപ്പോ കോൺട്രാസെപ്റ്റീവ് ഫെയിലിയറോ നടക്കുന്ന സമയത്ത് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതിൽ ഹോർമോണൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ലെവനോർജസ്ട്രോളിന്റെ ഒരു ഡോസ് ആദ്യം നമ്മൾ 72 മണിക്കൂറിനുള്ളിൽ 0.75 മില്ലിഗ്രാം എടുക്കുക. ആ ഫസ്റ്റ് ഡോസ് എടുത്ത് 12 മണിക്കൂറിന് ശേഷം സെക്കൻഡ് ഡോസ് എടുക്കുക. അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 2 ടാബ്ലറ്റ് കൂടെ ചേർത്ത് 1.5 മില്ലിഗ്രാമിന്റെ ഒറ്റ ടാബ്ലറ്റ് ആയിട്ട് 72 മണിക്കൂറിനുള്ളിൽ എടുക്കുക. ഓക്കെ, നാഷണൽ ഫാമിലി വെൽഫെയർ പ്രോഗ്രാമിൽ 2002, 2003 സമയത്ത് ഈ ഒരു EC പില്ല് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതല്ല എന്നുണ്ടെങ്കിൽ IUDs, നമുക്ക് കോപ്പർ IUDs 5 ദിവസത്തിനുള്ളിൽ ഇൻസേർട്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു പോസ്റ്റ് കോയിറ്റൽ കോൺട്രാസെപ്ഷൻ മെത്തേഡിൽ. ബ്രോ, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഹലോ, കഴിഞ്ഞല്ലേ? ഓക്കെ, ഒരു മിനിറ്റ്. കഴിഞ്ഞു.